എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചാൽ പോകുന്ന ലൈറ്റ് ട്യൂട്ടോറിയലാണ്. നമ്മളിന്ന് ചെയ്ത് ഉദ്ദേശിക്കുന്നത് ഓട്ടോമോട്ടീവ് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം എൻ്റെ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഫയൽ പാസ്വേഡ് പൊട്ടലാണ്. നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അതിനോട് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. അതിനോട് നമ്മൾ കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 22 വരെ നമുക്ക് കൂട്ടാം. ഷാഡോസ് ഏകദേശം ഒരു 32 വരെ നമുക്ക് കൂട്ടാം. അതിനുശേഷം വൈറ്റ്സ് ഏകദേശം ഒരു 8 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത ബ്ലാക്ക്സിലേക്ക് പോകാം. ബ്ലാക്ക്സ് ഏകദേശം ഒരു 36 വരെ നമുക്ക് കൂട്ടാം. ഇനി നമുക്ക് അടുത്ത കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ കൂടെ സെറ്റ് ചെയ്യാം. നിങ്ങൾ പോയിന്റ്സിൽ ശ്രദ്ധിക്കുക. ഏറ്റവും അടിയിലത്തെ പോയിന്റ് ഇപ്പോൾ ഏകദേശം ഒരു മണ്ഡലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഒരു പോയിന്റ് ഉണ്ടാക്കിയിട്ട് ഇത് ഈ ലെവലിൽ കൊണ്ടുവരിക. അതിനുശേഷം സെൻറ്ററിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞ് നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ കളർ ടൂളിലേക്ക് പോവാം. കളർ ടൂളിൻ്റെ അകത്ത് നമുക്ക് അതിന് ടെമ്പറേച്ചർ ഏകദേശം ഒരു 18 വരെ നമുക്ക് കൂട്ടാം. അതിനുശേഷം ടിൻ്റ് ഒരു 2 വരെ നമുക്ക് കുറയ്ക്കാം. അതിനുശേഷം വൈബ്രൻസ് ഏകദേശം ഒരു 26 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത മിക്സ് ടൂളിലേക്ക് പോവുക. മിക്സ് ടൂളിനകത്ത് നമുക്ക് അതുമേ റെഡ് ഏകദേശം ഒരു 100 വരെ നമുക്ക് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത് ലൂമിനൻസ് ഒരു 28 വരെ നമുക്ക് കൂട്ടാം. ഇനി അടുത്ത ഓറഞ്ചിലേക്ക് പോവുക. ഓറഞ്ചിൻ്റെ അകത്ത് സാച്ചുറേഷൻ ഏകദേശം ഒരു 8 വരെ നമുക്ക് കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് ലൂമിനൻസ് ഒരു 14 വരെ നമുക്ക് കൂട്ടാം. അടുത്ത യെല്ലോ സെലക്ട് ചെയ്യുക. യെല്ലോയ്ക്കകത്ത് ഹ്യൂ ഏകദേശം ഒരു 36 വരെ നമുക്ക് കുറയ്ക്കാം. സാച്ചുറേഷൻ ഒരു 52 വരെ നമുക്ക് കുറയ്ക്കാം. അടുത്ത ഗ്രീനിലേക്ക് പോവുക. ഗ്രീൻ ഏകദേശം ഒരു 7 വരെ നമുക്ക് കൂട്ടാം. ഹ്യൂ ഞാൻ ഇപ്പോൾ 8 വരെ കൂട്ടിയിട്ടുണ്ട്. സാച്ചുറേഷൻ ഒരു 86 വരെ നമുക്ക് കുറയ്ക്കാം. അതിനുശേഷം ലൂമിനൻസ് സെലക്ട് ചെയ്യുക. ലൂമിനൻസ് ഒരു 70 വരെ നമുക്ക് കൂട്ടാം. അത് കഴിഞ്ഞ് അക്വയിലേക്ക് പോവുക. അക്വ ഏകദേശം ഒരു 58 വരെ നമുക്ക് സാച്ചുറേഷൻ കൂട്ടാം. അതിനുശേഷം ലൂമിനൻസ് ഒരു 50 വരെ നമുക്ക് കൂട്ടാം. എന്നിട്ട് ബ്ലൂ സെലക്ട് ചെയ്യുക. ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ ഒരു 30 വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു 20-21 വരെ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കളർ ഗ്രേഡിങ് കഴിഞ്ഞ് നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സ് എടുത്ത ശേഷം നമുക്ക് ക്ലാരിറ്റി ഏകദേശം ഒരു പൊടിക്ക് കൂട്ടാം. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 30 വരെ കൂട്ടുന്നുണ്ട്. ഡീഹേസ് ഒരു പൊടിക്ക് കൂട്ടുക. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 20 വരെ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ വിഗ്നേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 246 വരെ നമുക്കിവിടെ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറേഷൻ ഏകദേശം ഒരു 13 വരെ.
അതിന് ഷാഡോ സെറ്റ് ചെയ്യുക. ഷാഡോസിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 252 പിന്നെ സാച്ചുറേഷൻ ഒരു 11 ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മൾ ഏകദേശം ആ ലെവലിൽ സെറ്റ് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. ഇനി അടുത്ത് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഡീറ്റെയിൽസിനകത്ത് നോയ്സ് റെഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. കളർ നോയ്സ് റെഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടാം. അതിന് ശേഷം താഴെ സ്മൂത്ത്നെസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ അത്യാവശ്യം കൂട്ടി വെക്കുക. അതിനുശേഷം ഒന്നുകൂടെ എഫക്ട്സിലേക്ക് പോവുക. അതിനുശേഷം റൗണ്ട്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.